ഗൈസ് ഞാനൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ പുതിയ വേൾഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഗൈസ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അറിഞ്ഞ പോകുന്നത് സബ് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്സ്. ഓക്കെ, ഇതുപോലത്തെ കുറേ വീഡിയോ ഒക്കെ എല്ലാവരും സബ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നിട്ട് അറിയായിരിക്കും ഗൈസ്, നമ്മൾ വീടുണ്ടാക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. കഴിഞ്ഞ വീഡിയോ നോക്കിയൊക്കെ നമ്മൾ വീടുണ്ടാക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ വീടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടില്ല. വീടുണ്ടാക്കി ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മളവിടെ വന്നിട്ട് ഉണ്ടാക്കിയ വീട് ഗൈസ്. പിന്നെ അല്ല ഗൈസ്, ഇതുകൊണ്ട് ഇതാണ് നമ്മളിവിടെ വന്നിട്ട് ഉണ്ടാക്കിയ വീട്. കുറേയൊക്കെ പണിയൊക്കെ എടുത്ത് കാരണം ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ട്. കാരണം ഞാനൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് കുറേ താമസിച്ചാണ് ഈസി ഉണ്ടാക്കുന്നത്. കുറേ പണി കാണിച്ച് അവിടെ ഇവിടെ എല്ലാം പോയി കുറേ അബദ്ധങ്ങൾ കാണിച്ചായിരിക്കും ഞാൻ വീടുണ്ടാക്കുന്നത്. അപ്പം അത് നിങ്ങളെ കാണിച്ചാൽ ഭയങ്കര ബോറായി പോകും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര കുറേ സമയം എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. കാരണം അവിടെ ഇവിടെ എല്ലാം കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീടുണ്ടാക്കിയത്. വീടിൻ്റെ ആഘോഷം നമുക്ക് നോക്കി കാണാം. ഇവിടെ നമ്മുടെ ചെസ്റ്റ്, ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ ചെസ്റ്റിനകത്ത് ഫുഡ് ഐറ്റംസ് കുറച്ച് സാധനങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസ് എല്ലാം അല്ലാതെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ടൂൾസും ഒക്കെ. നമ്മൾ ഇതുവരെ മൈനിങ് തുടങ്ങിയിട്ടില്ല ഗൈസ്. മൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങണം, എന്നാലേ നമുക്ക് സെറ്റപ്പ് ആവുള്ളൂ. ഇപ്പം കോബിൾ സ്റ്റോൺ ഒരു 2 ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഗ്ലാസ് ഇങ്ങനെ വെച്ചു. അതായത് സ്റ്റോണിൽ വെച്ചാലാണോ എന്തോ ഗ്ലാസ് ഇതാവുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇല്ലല്ലേ, ഗ്ലാസ്സിന് ഇവിടെ പണിയുന്നില്ല. ഇവിടെ മൊത്തം സാൻഡുണ്ട്. സാൻഡേ ഉള്ളു ഈസി ഇവിടെ. കാര്യം പറഞ്ഞാൽ ഇവിടെ സാൻഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു മരുഭൂമി അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വന്ന് പെട്ടേക്കുന്നത്. അതുകൊണ്ട് സാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു പിക്കേസ് എടുത്ത് വെച്ചേക്കാം. പിന്നെ ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഈ ഇന്നത്തോടെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ട് വേണമെന്നില്ല, നമുക്കൊരു അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടാക്കണം. അണ്ടർഗ്രൗണ്ട് വഴി അപ്പം ഉണ്ടാക്കാൻ എവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകം ഒന്നും പറയില്ല. നമുക്ക് ഇവിടെ ഒരു ഞാൻ ആലോചിക്കുന്നതാണ് ഇവിടെ ഒരു കോണി പോലെ വെക്കാനാണ് ഇവിടെ ഒരു കോണി പോലെ വെച്ചിട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണം. ഇതുണ്ട് സ്റ്റെപ്പ്. മണ്ടക്കോട്ട് കാണിച്ചില്ലല്ലോ, ഇതാണ് മണ്ടക്കോട്ടുള്ള ഏരിയസ്. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലേ ഇവിടെ മൊത്തം ഗ്ലാസ്സൊക്കെ വെച്ച് പൊളിയാക്കി. അപ്പോൾ നമുക്ക് ഇവിടെയും ഗ്ലാസ് വെക്കണം. താഴെ എന്ന് പറയുമ്പം മനസ്സിലായി. ഇവിടെ മൊത്തം ഗ്ലാസ് വെക്കണം ഗൈസ്. ഇവിടെ ഒന്ന് നമുക്ക് അങ്ങനെ വെച്ചാൽ വൃത്തികളാവും ഗൈസ്. കാര്യം പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ വലിയ സീനില്ലെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു കട്ടയും കൂടെ ഇട്ടായിരുന്നത് കൊള്ളായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, ഇപ്പോൾ ഉള്ള സെറ്റപ്പാണ്. പിന്നല്ല പിന്നെ ഈ ഒരു ഇതുണ്ട്, ഈ ഒരു ഭാഗം മൊത്തം എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ വേറെ നെയ്മ് വെക്കാം. അവിടെ ഒന്നും വേണ്ട ഗൈസ്, എന്തിനാണ്. അപ്പം പിന്നെ അത്രയൊക്കെയാണ് സെറ്റപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത് ഗൈസ്, നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ടൊരു വഴി ഉണ്ടാക്കണം ഗൈസ്. അണ്ടർഗ്രൗണ്ട് വേണം ഗൈസ്. അണ്ടർഗ്രൗണ്ട് ആണല്ലോ മെയിൻ. അപ്പം അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണം നമുക്കപ്പം അത് എവിടെ ഉണ്ടാക്കുമെന്നാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് ഗൈസ്. ഇതൊന്നും വേണ്ടല്ലോ, അത് പൊട്ടിപ്പോയി. നമുക്ക് ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയാലോ ആലോചിക്കുന്നു. ഇവിടെ ഉണ്ടാക്കണം ഈ ഇവിടെ ഉണ്ടാക്കാൻ. ഇങ്ങനെ നമുക്കിങ്ങനെ വന്നിട്ട് ഓടി ഒരു 21 ചാടിക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. അങ്ങനെ കുഴിച്ച് പോവാം. ഡേർട്ട് കുറച്ചെടുത്ത് വെച്ചേക്കാം, ചാടി വരണ്ടേ. കുഴപ്പമില്ല പിന്നെ എല്ലാം
ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റണം ഗൈസ് നമുക്ക്. ഒരു കാര്യം ചെയ്യാം, ചെസ്റ്റും കാര്യങ്ങളും ഇവിടുന്ന് മാറ്റാം. ഈ ചെസ്സിലേക്ക് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വെക്കാം. വേണ്ടാത്തല്ല എല്ലാം വെക്കാം, കാരണം ചെസ്റ്റ് ഇവിടുന്ന് മാറ്റണം. ടോർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ടോർച്ചൊന്നും ഇല്ല, നമ്മൾ എല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ്. ടോർച്ച് എന്നൊക്കെയാണ് വേണ്ട. സ്റ്റിക്ക് വേണം. നമ്മളിലിപ്പം സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടല്ലോ. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി. കോളില്ല നമ്മളിൽ. എന്താണ് നമ്മുടെ കോളില്ല. ഓക്കെ, സീൻ തന്നെ. നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതുപോലെ എടുക്കാം നമുക്ക്. അല്ല പിന്നെ സീനാണ്. കാരണം ടോർച്ച് ഇല്ലാതെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റ. നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. കോളല്ലേ ഇപ്പോൾ ആക്കണ്ടേ. ഇപ്പം നമുക്ക് തക്കാളി തടിക്കഷ്ണം വെക്കാം, കാരണം ഭയങ്കര സീനാണ്. ഇപ്പോൾ കോള് നമുക്ക് ആവശ്യമുണ്ട്. കോള് വെച്ച് നമുക്ക് 40 ഉണ്ടാക്കാം. മൊത്തം ഉണ്ടാക്കിയെങ്കിൽ പിന്നെ കോളിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് കോളൊക്കെ കുറേ അടിയിൽ നിന്ന് കിട്ടും ഗൈസ് നമുക്ക്. അങ്ങനെ അതൊരു കാര്യമാണ്. ഇവിടെ കൊണ്ടുവച്ചേക്കാം. ഇതൊന്നും സാധനം എൻ്റെ മോനീസ് ഇതിൻ്റെ അടിയിൽ നിന്ന് സ്പോണാവുന്ന ഇതൊക്കെ ശരിയാണ്. നമുക്ക് അവിടെ വേണ്ട തന്നെ ടോർച്ച് മൊത്തം കുത്തിയാണ്. ടോർച്ച് കിട്ടിയെന്നാന്ന് തോന്നുന്നു. ഓക്കെ, ടോർച്ച് കിട്ടിയിട്ടുണ്ട്. വേഗം കുത്തിയത് വേണം. ഇപ്പോൾ കുത്തി വെച്ചില്ലേ പിന്നെ മോനെ അമ്മയൊക്കെ സ്പോണാവുന്ന കറക്റ്റ് സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കോബ്ലിസ്റ്റോൺ വെച്ച് അടയ്ക്കണം, കാരണം നമുക്ക് അണ്ടർഗ്രൗണ്ടാണ് പണിയേണ്ടത്. നേരെയോ ഇവിടെ ഇതൊക്കെ കൊണ്ടുവച്ചാൽ എങ്ങനെ അണ്ടർഗ്രൗണ്ട് പണിയും നമ്മൾ. ഓക്കെ, ഇതൊക്കെ അങ്ങ് പൊളിച്ച് കളയേണ്ട വരും. ഇതൊക്കെ ഇവിടെ എങ്ങനെ ഇത്രയും കോപ്പർ വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഇത്രയും കോപ്പർ ഇവിടെ വരാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? കോപ്പറിനെ കൊണ്ട് വല്ല ഗുണമുണ്ടായിരുന്ന കുഴപ്പമില്ല. കോപ്പറിൻ്റെ സ്ഥാനത്ത് ഒരു ഡയമണ്ട് കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു ഡയമണ്ടാണ്. അപ്പം ഇനി നമുക്ക് മൈനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണം ഗൈസ്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇവിടെ കോളുണ്ടോ? അവിടെ ഇഷ്ടംപോലെ കോളുണ്ട്. അപ്പം ഇങ്ങോട്ടാക്കി പോകാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ തന്നെ ആക്കിയാലോ? ഇറങ്ങി വന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്ന രീതിയിലാക്കാം ഗൈസ്. അത് ഇങ്ങോട്ട് പോകുന്ന പോലെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടിയിലും കൂടെ ആയിക്കോളുമല്ലോ. അങ്ങോട്ട് നമുക്ക് വല്ല മൈനിങ്ങും തുടങ്ങാം. ഇങ്ങോട്ട് നമുക്ക് മൊത്തം ഒന്ന് സെറ്റപ്പ് ആക്കാം. അയ്യോ, മണ്ടയ്ക്കൊന്നും ഇങ്ങനെ വരുവാണോ?
കോബിൾ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നല്ല നമ്മളോടാണ്. കുറച്ച് അടിയിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കണം. അതായത് ഞാൻ പറയാമെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് അയ്യോ ആക്കെടുത്ത് കുത്തി വെക്കാം അങ്ങോട്ട്, ഇല്ലെങ്കിൽ പണി പാളും. ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ താഴോട്ട് പോകുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കണം. അവിടെ കളയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ 21 ഉണ്ട്. അത് പിന്നെ ആക്കാം. അതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിലാണ്. അല്ല പിന്നെ ഇപ്പം തന്നെ വെച്ചാൽ കാണാൻ മനസ്സിലാവൂല. ഞങ്ങൾക്ക് പറ്റൂലേ മണ്ണ് തന്നെ തലം കുത്തിയൊക്കെ വെക്കുന്നത്. തലം കുത്തി വെക്കുന്നത് എൻ്റെ മോനെ ഭയങ്കര സീനാന്ന് തോന്നട്ടെ. ഇപ്പം സെറ്റ്. പിന്നല്ല ടോർച്ച് ഉണ്ടാകും ഗൈസ്. അപ്പം അണ്ടർഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കുറേ ടൈം എടുത്തായിരിക്കും ഞാൻ മിക്കവാറും പണിയുന്നത് ഗൈസ്. അപ്പം അണ്ടർഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടി ഇവിടെ കുറച്ച് ഏരിയയിൽ മൊത്തം ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് പോലെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമുക്ക് അങ്ങനെ പണിയണം. അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി തോന്നുന്നു ഗൈസ്, കുറച്ചധികം ലോങ് ആയിപ്പോയി. അപ്പം മണ്ടക്കോട്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ കയറി പോകുന്ന എനിക്കറിയാൻ പാടില്ല. അത് കയറി പോകണം. കുറച്ച് കോണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഗൈസ്. അപ്പം തൽക്കാലം മണ്ടക്കത്ത് കയറി പോകാൻ വേണ്ടി നമുക്ക് ഡേർട്ടിട്ട് കയറി പോകാം ഗൈസ്. അതിനുള്ളൊരു വഴി. അതിന് മുമ്പ് നമുക്ക് ഇവിടെ മൊത്തം ടോർച്ച് വെക്കണം. ടോർച്ചിൽ നമ്മൾ സ്പോണാവുന്ന ഇവിടെ ഇരിക്കും. എല്ലായിടത്തും നല്ലോണം ടോർച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വഴി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എല്ലാം സ്പോണാവുന്ന അവിടെ ആയിരിക്കും ഗൈസ്. ഇത് ചെയ്യണം. ഓക്കെ, ഡേർട്ട് തീരുന്നു. രാത്രി ആയിരുന്നില്ലേ? അപ്പം നമ്മൾ നല്ല സമയത്താണ് സെറ്റപ്പ് ആയത്. അപ്പം രാത്രി കയറി പോകാം. സേഫ്റ്റി. ചിക്കനൊക്കെ എടുത്ത് കൈ പിടിക്കാൻ. ചിക്കനൊക്കെ എടുത്ത് നിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തായാലും ചിക്കനൊക്കെ കഴിച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പം വീഡിയോ ആണെന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എല്ലാം ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യുക. അപ്പം ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക. എന്താ പറയുക, സബ് ചെയ്തിട്ടുണ്ട് സബ് ചെയ്യുക. അപ്പം എല്ലാവരും അടിപൊളി സെറ്റപ്പ് ആവുക. പിന്നില്ല എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.